നമസ്കാരം. നൂൺ റൗണ്ടപ്പിലേക്ക് ഇന്നത്തെ ചില പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ജനുവരി 1-ന് നടക്കുന്ന വനിതാ മതിലിനായി സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നത് തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മതിലിനായി സർക്കാർ ഡോക്ടർമാരെയും ആംബുലൻസുകളും ഉപയോഗിക്കുന്നു. മതിലിനായി പരീക്ഷ മാറ്റിയത് ദൗർഭാഗ്യകരവും തെറ്റുമാണ്. മതിൽ പൊളിയുമെന്ന് കണ്ടപ്പോഴാണ് അവധി നൽകിയത്. വനിതാ മതിലിനായി സാങ്കേതിക സർവകലാശാല എഞ്ചിനീയറിംഗ് പരീക്ഷകളാണ് മാറ്റിയത്. ജനുവരി 1-ലെ പരീക്ഷകൾ 14-ന് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവധിയും ദേശീയ പണിമുടക്കും കണക്കിലെടുത്താണ് പരീക്ഷ മാറ്റിയതെന്നാണ് സർവകലാശാല നൽകുന്ന വിശദീകരണം. എന്നാൽ ജനുവരി 8, 9 തീയതികളിലാണ് ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അവധിക്ക് ശേഷം കോളേജുകൾ തുറക്കുന്നത് 31-നുമാണ്. ജിഷ്ണു പ്രണോയി കേസിൽ നെഹ്റു കോളേജ് മാനേജ്മെന്റിനെതിരെ മൊഴി നൽകിയ വിദ്യാർത്ഥികളെ പരീക്ഷയിൽ തോൽപ്പിച്ചതിന് ഉത്തരവാദികളായ അധ്യാപകരെ പുറത്താക്കണമെന്ന് SFI സംസ്ഥാന നേതൃത്വം. ഇതിന് ആരോഗ്യ സർവകലാശാല തയ്യാറായില്ല എങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് SFIയുടെ തീരുമാനം. വിദ്യാർത്ഥികളെ പരാജയപ്പെടുത്തിയത് കരുതിക്കൂട്ടിയാണെന്ന് ആരോഗ്യ സർവകലാശാല നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നു. ജിഷ്ണു പ്രണോയ് കേസിൽ മാനേജ്മെന്റിനെതിരെ മൊഴി നൽകിയ ഡിഫാം വിദ്യാർത്ഥികളായ അതുൽ, വസിം ഷാ, മുഹമ്മദ് ആഷിഖ് എന്നിവരെയാണ് പ്രാക്ടിക്കൽ പരീക്ഷയിൽ തോൽപ്പിച്ചത്. തുടർച്ചയായി 2 വട്ടം പ്രാക്ടിക്കൽ പരീക്ഷയിൽ തോറ്റപ്പോൾ വിദ്യാർത്ഥികൾ വിവരാവകാശ നിയമപ്രകാരം മാർക്ക് പരിശോധിച്ചു. അപ്പോഴാണ് ക്രമക്കേട് കണ്ടെത്തിയത്. മാർക്കുകൾ വെട്ടിത്തിരുത്തിയ നിലയിലാണ്. തുടർന്ന് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ ആരോഗ്യ സർവകലാശാല നിയോഗിച്ച കമ്മീഷൻ വിശദമായ അന്വേഷണം നടത്തുകയായിരുന്നു. ഇവർക്ക് മറ്റൊരു കോളേജിൽ വീണ്ടും പരീക്ഷ നടത്താനും തീരുമാനമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളെ മനഃപൂർവ്വം പരാജയപ്പെടുത്തിയ അധ്യാപകർക്കെതിരെ നടപടി വേണമെന്ന് SFI ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന തരത്തിൽ അധ്യാപകർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയതിലും SFIക്ക് പ്രതിഷേധമുണ്ട്. എന്നാൽ മനഃപൂർവ്വം തോൽപ്പിച്ചതല്ല എന്നും തിയറി പരീക്ഷകളിൽ അടക്കം ഈ വിദ്യാർത്ഥികളുടേത് മോശം പ്രകടനമായിരുന്നെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നെഹ്റു ഗ്രൂപ്പ്. ഈ മാസം 31, ജനുവരി 1 തീയതികളിലായി പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് 3 വിദ്യാർത്ഥികൾക്കും വീണ്ടും പ്രാക്ടിക്കൽ പരീക്ഷ നടത്തും. അതേസമയം മാനേജ്മെന്റ് വീണ്ടും പ്രതികാര നടപടികൾ തുടരുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. കൊട്ടക്കമ്പൂർ ഭൂമി കേസിൽ ജോയ്സ് ജോർജ് MPക്ക് നോട്ടീസ്. ജനുവരി 10-ാം തീയതി രേഖകളുമായി നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർ രേണുരാജാണ് MPക്ക് നോട്ടീസ് അയച്ചത്. നേരത്തെ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ജോയ്സ് ജോർജ് പരാതി നൽകിയിരുന്നു. പലതവണ നോട്ടീസ് അയച്ചിട്ടും രേഖകളുമായി ഹാജരായില്ല. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കൃത്യമായ രേഖകൾ ഹാജരാക്കിയില്ല എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ദേവികുളം മുൻ സബ് കളക്ടറായിരുന്ന BR പ്രേംകുമാറാണ് ജോയ്സ് ജോർജിന്റെയും ബന്ധുക്കളുടെയും കൊട്ടക്കമ്പൂരിലെ ഭൂമിയുടെ പട്ടയം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കുന്നത്. ഇതിനെതിരെ ജോയ്സ് ജോർജ് ജില്ലാ കളക്ടറെ സമീപിച്ചിരുന്നു. വേണ്ട വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചല്ല പ്രേംകുമാർ പട്ടയം റദ്ദാക്കിയതെന്ന് കളക്ടർ കണ്ടെത്തി. എന്നാൽ പട്ടയം റദ്ദാക്കിയ പ്രേംകുമാറിന്റെ നടപടി കളക്ടർ റദ്ദാക്കിയില്ല. പകരം പട്ടയം റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കാൻ കളക്ടർ സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഇതിനു പിന്നാലെ കൊട്ടക്കമ്പൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ജോയ്സ് ജോർജ് പരാതി നൽകി. വിഷയത്തിൽ കളക്ടർ സ്വീകരിച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിൽ സബ് കളക്ടറുടെ നടപടി റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം. തുടർന്ന് വിഷയം ഒന്നുകൂടി പരിശോധിക്കാൻ സബ് കളക്ടർക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവികുളത്ത് പുതുതായി ചുമതലയേറ്റ സബ് കളക്ടർ രേണുരാജ് ജോയ്സ് ജോർജിനോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനുവരി 10-ന് രാവിലെ 11 മണിക്ക് രേഖകളുമായി നേരിട്ട് ഹാജരാകാനാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. MPക്കും MPയുടെ കുടുംബാംഗങ്ങളായ 5 പേർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുമെന്ന് ശശി തരൂർ MP. കേരളത്തിലുണ്ടായ നൂറ്റാണ്ടിലെ പ്രളയത്തിനിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ നടത്തിയ രക്ഷാപ്രവർത്തനം ചൂണ്ടിക്കാട്ടിയാണ് ശുപാർശ ചെയ്യുക എന്ന് ശശി തരൂർ പറഞ്ഞു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് പുറത്തുനിന്നുള്ള എൻട്രി എന്ന നിലയിലായിരിക്കും ശുപാർശ ചെയ്യുക എന്നാണ് വിവരം. 2018 ഓഗസ്റ്റ് മാസത്തിൽ കേരളത്തിലുണ്ടായ പ്രളയത്തിൽ വലിയ സേവനമാണ് മത്സ്യത്തൊഴിലാളികൾ നടത്തിയത്. സേനാ വിഭാഗങ്ങൾക്ക് പോലും അസാധ്യമായ ഇടങ്ങളിലേക്ക് ബോട്ടുകളുമായി എത്തി ആയിരക്കണക്കിന് പേരെയാണ് പത്തനംതിട്ട, ആലുവ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയത്. കേരളത്തിന്റെ സ്വന്തം സൈനികർ എന്നാണ് അന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരുടെ സേവനത്തെ പ്രകീർത്തിച്ചത്. ഇതിനൊപ്പം തന്നെ BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ സേവനത്തെക്കുറിച്ച് പ്രത്യേക ഫീച്ചറുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഉത്തരേന്ത്യയിൽ ശൈത്യം കനക്കുന്നു. സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് വെള്ളിയാഴ്ച പല ഉത്തരേന്ത്യൻ നഗരങ്ങളിലും രേഖപ്പെടുത്തിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യതലസ്ഥാനത്തെ താപനില 2.6 ഡിഗ്രി സെൽഷ്യസ് വരെ താണു. 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ന്യൂഡൽഹിയിലെ ഉയർന്ന താപനില. മൂടൽമഞ്ഞ് തീവണ്ടി ഗതാഗതത്തെ ബാധിച്ചു തുടങ്ങി. ഹൗറ ന്യൂഡൽഹി പൂർണ്ണ എക്സ്പ്രസ്, ഭഗൽപൂർ ആനന്ദ് വിഹാർ ടെർമിനൽ വിക്രം സിൻഹ എക്സ്പ്രസ്, കൽക്കത്ത മെയിൽ എന്നിവ മൂടൽമഞ്ഞിനെ തുടർന്ന് 3 മണിക്കൂറോളം വൈകി. ഡൽഹിയിലെ താപനില ഇനിയും കുറയുമെന്നാണ് മുന്നറിയിപ്പ്.
മുന്നറിയിപ്പ്. മറ്റ് ഉത്തരേന്ത്യൻ നഗരങ്ങളിലും കൊടും ശൈത്യമാണ് അനുഭവപ്പെടുന്നത്. ഛത്തീസ്ഗഡിൽ താപനില 5 ഡിഗ്രി സെൽഷ്യസ് വരെ താണു. അമൃത്സറിൽ 0 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ലുധിയാനയിൽ 5ഉം പത്താൻകോട്ട് 2 ഡിഗ്രി സെൽഷ്യസ് താപനിലയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ 1 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. 6 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉത്തർപ്രദേശിലെ ലക്നൌവിലെ കുറഞ്ഞ താപനില. ഹരിയാനയിലെ അംബാലയിലും ഗുർഗാവിലും 5 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. കാശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാ സേനയും ഭീകരവാദികളും ഏറ്റുമുട്ടി. 4 ഭീകരവാദികളെ സുരക്ഷാ സേന വധിച്ചു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ഏറ്റുമുട്ടൽ. രാജ്പോര മേഖലയിൽ ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന തെരച്ചിൽ നടത്തുകയായിരുന്നു. ആയുധങ്ങളും സുരക്ഷാ സേന പിടിച്ചെടുത്തിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ പ്രദേശത്ത് നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത്. പുൽവാമയിലെ ബന്ദിപ്പോരയിൽ വെള്ളിയാഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ലഷ്കർ ഭീകരനെ സൈന്യം വധിച്ചിരുന്നു. ഇഷ്ഫാഖ് യൂസഫ് വാനി എന്നയാളാണ് കൊല്ലപ്പെട്ടതെന്ന് ജമ്മു കാശ്മീർ പോലീസ് പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു. വിസ നിയമം ലംഘിച്ചെന്നാരോപിച്ച് പുലിറ്റ്സർ പുരസ്കാര നേതാവും അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ ഫോട്ടോഗ്രാഫറുമായ കാതൽ മക്നോട്ടന് ഇന്ത്യയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. ഔദ്യോഗിക അനുമതി ഇല്ലാതെ ജമ്മു കാശ്മീരിലെ സംരക്ഷിത നിരോധിത മേഖലകളിൽ പ്രവേശിച്ചതിനാണ് മക്നോട്ടനെ ഇന്ത്യയിൽ കടക്കുന്നത് തടഞ്ഞതെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. റോയിട്ടേഴ്സിന്റെ ഡൽഹി ബ്യൂറോയിൽ ചീഫ് ഫോട്ടോഗ്രാഫറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു മക്നോട്ടൻ. വിദേശയാത്ര കഴിഞ്ഞ് ഡൽഹിയിലേക്ക് മടങ്ങിയെത്ത മക്നോട്ടനെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ മടക്കി അയക്കുകയായിരുന്നു. അതേസമയം മക്നോട്ടനെതിരെ എടുത്ത നടപടി സ്ഥിരമല്ലെന്നും 6 മാസത്തിനോ അല്ലെങ്കിൽ 1 വർഷത്തിനു ശേഷം നടപടി പുനഃപരിശോധിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു. വിദേശികളും ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കണം. ഇന്ത്യ സന്ദർശിക്കുന്ന ഏതെങ്കിലും വിദേശി രാജ്യത്തെ നിയമം ലംഘിക്കുകയാണെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ ബാധ്യസ്ഥരാണെന്നും വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മക്നോട്ടൻ പുരസ്കാര ജേതാവായിരിക്കും. എന്നാൽ അതൊരിക്കലും ഇന്ത്യയിലെ നിയമങ്ങൾ ലംഘിക്കുന്നതിനുള്ള ലൈസൻസ് അദ്ദേഹത്തിന് നൽകുന്നില്ല. ഇന്ത്യയിലെ നിയമങ്ങളും ചട്ടങ്ങളും സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി വിദേശ പത്രപ്രവർത്തകരെ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ വിദേശികൾ അനുവാദം വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുകയാണെങ്കിൽ നടപടി കൈക്കൊള്ളാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്നും വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. നൂൺ റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈവനിംഗ് റൗണ്ടപ്പ് 7 മണിക്ക് കാണാം.